നമ്മുടെ സൈറ്റിൻ്റെ പേര് vatichat.com എന്നാണ് സൈറ്റിൻ്റെ പേര്. vatichat.com നിങ്ങൾ എടുക്കുക. ശരിക്കും ഈ സൈറ്റ് നമ്മുടെ വേരിഫൈഡ് വാട്സപ്പ് അയക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്തിട്ട് ഇപ്പം നമ്മുടെ ലോഗിൻ ഐ ഡി ഉണ്ട്, അത് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. നിങ്ങൾക്കുള്ള ലോഗിൻ ഐ ഡീസ് ഓൾറെഡി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അത് വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു സ്ക്രീനാണ് കിട്ടുക. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ലാപ്ടോപ്പിലാണ്. സെയിം നിങ്ങൾക്ക് മൊബൈലിലും ടാബിലും ഒക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. ഈ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് സിസ്റ്റത്തിൽ വേണേലും വെബ്സൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ലോഗിൻ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് ഡാഷ്ബോർഡാണ്. ഈ ഡാഷ്ബോർഡിൽ അത്യാവശ്യം നമുക്ക് കാര്യങ്ങളെല്ലാം കിട്ടും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഓവറോൾ ഒരു ഐഡിയ ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നത്. ഇതിൽ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ശരിക്കും നമ്മളെ സംബന്ധിച്ച് എങ്ങനെയാണ് ഒരു ക്യാമ്പയിൻ വേരിഫൈഡ് നമ്പറിലൂടെ ക്യാമ്പയിൻ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. പിന്നെ അത് ഇതിനകത്ത് ഇൻബോക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചെയ്തിരിക്കുന്ന ഇൻബോക്സിലുള്ള കണ്ടൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കണ്ടോ, ഇതിപ്പോൾ ഓൾറെഡി നമുക്ക് അയച്ച കണ്ടന്റുകളാണ്, കസ്റ്റമേഴ്സിന് അയച്ച കണ്ടന്റുകളാണ്. ഈ കണ്ടന്റുകൾ വീണ്ടും അവർക്ക് അയക്കണമെങ്കിൽ നമുക്ക് സെൻഡ് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വഴി അയക്കാൻ പറ്റുള്ളൂ. നേരിട്ട് കോൺവെർസേഷൻ എക്സ്പയർഡ് എന്ന് കാണിക്കുന്നത് 24 hours കഴിഞ്ഞിട്ട് ഉള്ളത് കൊണ്ടാണ്. 24 hours ഉള്ളിലാണെങ്കിൽ നമുക്ക് ആ ചാറ്റ് ഓപ്പൺ ആവും. കണ്ടോ, ഇതിപ്പോൾ ഞങ്ങൾക്കൊരു കസ്റ്റമർ ഇങ്ങോട്ട് അയച്ചത് കൊണ്ട് അതിൻ്റെ റിപ്ലൈക്ക് വേണ്ടിയിട്ട് നമുക്കത് ഓപ്പൺ ആവും. ആ ഇങ്ങോട്ട് അയക്കുന്ന സമയത്ത് നമുക്ക് അവരുടെ ചാർജ് വരും, ഔട്ട് ഗോയിങ് ഉള്ള ചാർജ് വരും. ഞാനിപ്പോൾ ചാർജ് പ്രത്യേകം ഇതിൽ പറയാത്തത്, മെറ്റയുടെ ഒരു എമൗണ്ട് മെറ്റയാണ് എപ്പോഴും തീരുമാനിക്കുന്ന ഡിസിഷൻ മേക്കേഴ്സ് അവരാണ്. ചിലപ്പോൾ നാളെ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പറയുന്ന ഒരു റേറ്റ് നിങ്ങളുടെ മനസ്സിൽ കിടക്കും. അത് തെറ്റ് വരരുത് എന്ന് വിചാരിച്ചിട്ടാണ് റേറ്റ് പറയാത്തത്. ഓക്കെ. രണ്ടാമത്തത് നമുക്ക് കോൺടാക്ട്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് കോൺടാക്ട്സിൽ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഏതെങ്കിലും നമ്പേഴ്സിലൊക്കെ നമുക്ക് ക്യാമ്പയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് മാത്രം സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ബ്രോഡ്കാസ്റ്റ് എടുത്തിട്ട് നമുക്ക് ക്യാമ്പയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ക്യാമ്പയിൻ നെയിം കൊടുക്കുക. ഏത് നമ്പറാണോ ഇപ്പോൾ വെരിഫൈഡ് ഏത് നമ്പറാണ് സെലക്ട് നമ്മൾ ഓൾറെഡി ശരിക്കും ഒരു ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ടെംപ്ലേറ്റ്സ് നമ്മൾ അപ്രൂവ്ഡ് ആയിരിക്കണം. ആ അപ്രൂവ്ഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പം മാർക്കറ്റിങ്ങിൻ്റെ ഒരു അല്ലെങ്കിൽ വാട്സപ്പ് ബൾക്കോ മെസ്സേജിങ് ഓഫർ എന്ന് പറയുന്നത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ ഇതിനകത്ത് ഇമേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ഇമേജ് ഇവിടുന്ന് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന 2 ബട്ടൺസ് ഒക്കെയാണ് ഞാനിത് വീണ്ടും എടുക്കുന്നതാണ്. പിന്നെ അതുപോലെ ആ ഇമേജ് കിടക്കുന്ന ലിങ്ക് ഇവിടെ കിടപ്പുണ്ട്. ഇതല്ലെങ്കിൽ ഇവിടെ ഒരു ഗാലറി ഉണ്ട്. ഞാൻ പറയുന്നുണ്ടത്. നെക്സ്റ്റ് ഇതിൽ പറയും, ഡീറ്റെയിൽസ് പറയും. ഓക്കെ. ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ക്യാമ്പയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും ഉള്ളത് നമുക്ക് ഒരുപക്ഷെ ഒരു കൂട്ടം നമ്പേഴ്സ് ആയിരിക്കും. അത് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇതിനിപ്പം നമ്മൾ ക്യാമ്പയിൻ ചെയ്ത ക്യാമ്പയിനുകളുടെ ലിസ്റ്റാണ്. ഇപ്പം നമ്മൾ സാമ്പിളായിട്ടുള്ള അയച്ചുകളുടെ മെസ്സേജൊക്കെ ഉണ്ട്. ഈ ക്യാമ്പയിനിൽ 242 അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ 3 ആക്ഷൻസിൽ വന്നിട്ട് 3 ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വ്യൂ റിപ്പോർട്ട് കാണും. ഈ വ്യൂ റിപ്പോർട്ടിൽ രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുക, മെസ്സേജ്. ഇവിടെ തന്നെ സെൻഡും ഫെയിൽഡും ഒക്കെ ഉണ്ട്. അപ്പോൾ ഫെയിൽഡ് എന്തുകൊണ്ട് ഫെയിൽഡ് ആയെന്നുള്ളത്, ഇപ്പം നമ്മൾ വാട്സപ്പ് ഫെയിൽഡ് ആകില്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പല കാരണങ്ങൾ കൊണ്ട് ഫെയിൽഡ് ആകാം. ഫെയിൽഡ് ആയത് എന്തുകൊണ്ടാണ്, പിന്നെ അതിലും ഇപ്പോൾ 66 ഫെയിൽഡ് ആയത് റീബ്രോഡ്കാസ്റ്റ് ചെയ്യാം. അത് ഇതുപോലെ തന്നെ നമ്മളൊരു ക്യാമ്പയിൻ നെയിം കൊടുക്കുക, നമ്പർ സെലക്ട് ചെയ്യുക, ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക, അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പിന്നെ ക്യാമ്പയിൻസ് ആണ് എടുത്ത് നോക്കിയത്. ഈ ക്യാമ്പയിൻസിൽ നമുക്ക് ശരിക്കും വേണമെങ്കിൽ എന്താ ചെയ്യാം, എത്ര നമുക്ക് നമ്പേഴ്സൊക്കെ ഇവിടുന്ന് ഏതൊക്കെയാണ് പോയതുള്ള റിപ്പോർട്ട് അറിയാൻ പറ്റും. അതാണ് നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് നോക്കിയത്. മെസ്സേജസിൽ ഡെലിവേർഡ് ആയത് അറിയാൻ പറ്റും, റീഡ് അറിയാൻ പറ്റും, സെൻഡ് അറിയാൻ പറ്റും, ഫെയിൽഡും അറിയാൻ പറ്റും. ഓക്കെ. ഇതാണ് ക്യാമ്പയിൻ്റെ സ്റ്റേജ്. ഇൻറ്റിഗ്രേഷൻ, ഇപ്പോൾ വാട്സപ്പ് കണക്റ്റഡ് ആണോ എന്നറിയാൻ വേണ്ടി നമുക്കിത് ചെയ്യാം. ഇതിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അടുത്തത് മാനേജ് ടെംപ്ലേറ്റ്സ്. ഇവിടെയാണ് നമ്മൾ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ആപ്പിൾ ഇൻഫോടെക് എന്ന് പറഞ്ഞ പേരിൽ നമ്മൾ നമ്പർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ക്രിയേറ്റ് കൊടുത്തിട്ട് നമുക്ക് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം. യൂട്ടിലിറ്റി മാർക്കറ്റിംഗ് ഒതൻറ്റിക്കേഷൻ ഉണ്ട്. ഇവിടെ മാർക്കറ്റിംഗ് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും വേണ്ടത് മാർക്കറ്റിംഗ് ആണ്. ഏറ്റവും ടോപ്പിൽ നിങ്ങൾ ലാംഗ്വേജ് ഏതാണ്, മലയാളം ആണെങ്കിൽ മലയാളം കൊടുക്കണം. ഇപ്പോൾ ഇവിടെ മലയാളം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. മലയാളം സെലക്ട് ചെയ്യുക. പിന്നെ ടെംപ്ലേറ്റ് നെയിം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ടെംപ്ലേറ്റ് നെയിം നിങ്ങൾ കൊടുക്കുക. അപ്പം ടെംപ്ലേറ്റ് നെയിം കൊടുക്കുക, എന്തെങ്കിലും കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടെംപ്ലേറ്റ് നെയിംസ് കൊടുക്കാം. ടെക്സ്റ്റ് കൊടുത്താൽ ടെക്സ്റ്റ് മാത്രമാണ് പോവുക. ഇമേജ് കൊടുത്താൽ ഇമേജും ടെക്സ്റ്റും പോവും. വീഡിയോ കൊടുത്താൽ ഇമേജും
സോറി വീഡിയോയും ടെക്സ്റ്റും പോവും. ഡോക്യുമെന്റ് കൊടുത്താൽ ഡോക്യുമെന്റും ടെക്സ്റ്റും പോവും. ലൊക്കേഷൻ കൊടുത്താൽ ലൊക്കേഷനും ടെക്സ്റ്റും പോകുന്നതായിരിക്കും. ഇതൊക്കെ ടെക്സ്റ്റ് കണ്ടന്റ് നിങ്ങൾക്ക് ഇവിടെ കോപ്പി ചെയ്യാം. നിങ്ങൾക്ക് എവിടുന്നെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കണ്ടന്റ് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. പിന്നെ ഒരു ഫൂട്ടർ ഇമേജും മെസ്സേജും കൊടുക്കാം. ഇത് കഴിഞ്ഞാൽ നേരെ ഇവിടെ വരുമ്പം നണ്ണുണ്ട്. നൺ കൊടുത്താൽ ഒരു ഇതും വരില്ല. അതായത് ഏറ്റവും താഴെ ബട്ടൺസ് ഒന്നും ഉണ്ടാവില്ല. കോൾ ടു ആക്ഷൻ കൊടുത്താൽ നമ്മളിപ്പോൾ ആഡ് ബട്ടൺ നമ്മളിപ്പോൾ കൊടുക്കുന്നു, ആർ യു ഇൻട്രസ്റ്റഡ്, യെസ് എന്ന് കൊടുത്ത് അല്ല നോ എന്ന് കൊടുക്കുന്നു, രണ്ടും കൊടുക്കുന്നു അല്ലേ. ഇവിടെ അടുത്ത് നോ കൊടുക്കുക. രണ്ട് ബട്ടണാണ് നമുക്ക് ശരിക്കും സെറ്റ് ചെയ്യാൻ പറ്റുക. ഈ രണ്ട് ബട്ടൺസും നമുക്ക് ഇവിടുന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ URL ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഫോൺ നമ്പർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇവിടെ ഇവിടെ കണ്ടില്ലേ, ശരിക്കും കോൾ ടു ആക്ഷൻ ഉണ്ട്, ക്വിക്ക് റിപ്ലൈസ് ഉണ്ട്. ഇപ്പോൾ ഇൻട്രസ്റ്റഡ് നോട്ട് ഇൻട്രസ്റ്റഡ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്വിക്ക് റിപ്ലൈയിൽ ഒരെണ്ണത്തിൽ ഇൻട്രസ്റ്റഡും ആഡ് ക്വിക്ക് റിപ്ലൈ കൊടുത്തിട്ട് ഒരെണ്ണത്തിൽ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് കൊടുത്താൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് അവർക്ക് താല്പര്യമില്ല. അങ്ങനെ നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ശരിക്കും വേണമെങ്കിൽ ഇവിടെ ക്വിക്ക് റിപ്ലൈ ഉണ്ട്, അല്ലെങ്കിൽ URL ഫോൺ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ വിസിറ്റ് വെബ്സൈറ്റ് എന്ന് കൊടുക്കുക. ഇവിടെ URL ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടൺ ടൈറ്റിൽ കൊടുക്കുക വിസിറ്റ് വെബ്സൈറ്റ്. എന്നിട്ട് നമ്മൾ വെബ്സൈറ്റിൻ്റെ നെയിം ഇവിടെ കൊടുക്കുക. ഓക്കെ. ഇനി ഫോൺ നമ്പർ ആണെങ്കിൽ നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ കോൾ നൗ എന്ന് കൊടുക്കുക. അപ്പോൾ ആൾക്കാർ ഇവിടെ ക്ലിക്ക് ചെയ്യും. നമുക്കിവിടെ ഫോൺ നമ്പറും കൊടുക്കാം. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് ഉണ്ട്. പിന്നെ അതുപോലെ പ്രോഡക്റ്റ് കാർഡ്, അതായത് കൂടുതൽ പ്രോഡക്റ്റ് കറോസിൽ നമുക്ക് കൊടുക്കാം. അതേപോലെ തന്നെ മീഡിയ കറോസിൽ കൊടുക്കാം. ഇവിടുന്ന് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ് ടു മിനിമം 2 കൊടുക്കണം. അപ് ടു 10 കാർഡ്സ് വരെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഫോമും ചെയ്യാൻ പറ്റും. ഇത് ചെയ്ത് നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് അറിയാം. ഞാൻ വളരെ ഈ സ്പീഡിൽ പറയുന്ന കാരണം ഒരുപാട് സമയമെടുത്ത് നമ്മളിത് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഇതാണ് വരുന്നത്. ഇവിടെയാണ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ യൂട്ടിലിറ്റി ചെയ്യുന്നത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നതിനും മാർക്കറ്റിംഗ് എന്നാണ്. പിന്നെ ഒതന്റിക്കേഷൻ എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. അത് ആവശ്യമുള്ളവർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ മതിയാവും. ഓക്കെ. പിന്നെ ഇതിനകത്ത് ഇപ്പം നമ്മൾ പറഞ്ഞത് ഡാഷ്ബോർഡ്, ഇൻബോക്സ്, അയച്ചു കഴിഞ്ഞാൽ ഇൻബോക്സിൽ കാണും. അതുപോലെ കോൺടാക്ട്സ്, ക്യാമ്പയിൻസ്, ഇൻറ്റിഗ്രേഷൻസ്, മാനേജിനകത്ത് വാട്സപ്പ് ടെംപ്ലേറ്റിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ക്യാമ്പയിൻ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ക്യാമ്പയിൻസിൽ വരിക, മാനുവൽ ഫിൽ എടുക്കുക. ഇവിടെ നമ്മുടെ നമ്പേഴ്സ് എല്ലാം പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കൊടുക്കുമ്പം ഇത് കണ്ടില്ലേ, കൺട്രി കോഡ് ഉൾപ്പെടെ കൊടുക്കണം. പിന്നെ ഏത് നമ്പർ, ഇതിപ്പോൾ ഞങ്ങൾക്ക് 3 നമ്പർ വെരിഫൈഡ് ഉള്ളതുകൊണ്ട് ഏത് നമ്പറിൽ നിന്നാണ് സെൻഡ് ചെയ്യേണ്ടത്, ഏത് ടെംപ്ലേറ്റ് ആണ് അയക്കേണ്ടത്, അതുപോലെ മീഡിയ URL കൊടുക്കണം. ഈ മീഡിയ URL എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഗാലറി ജസ്റ്റ് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓപ്പൺ ന്യൂ ടാബ് കൊടുത്താൽ ഈ ടാബിൽ വരും. കൊടുത്തിരിക്കുന്ന മീഡിയാസ് ഇവിടെ കാണും. അപ്ലോഡ് ഫയൽസ് കൊടുത്താൽ നമുക്ക് മീഡിയ അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എടുക്കാം. ഇനി ഇതാണ് നമുക്ക് വേണ്ടതെങ്കിൽ, ഈ മീഡിയയാണ് വേണ്ടതെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടുന്ന് കോപ്പി URL കൊടുത്താൽ നമുക്ക് കോപ്പി ഇടാവും. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ആ ഇമേജ് നമുക്കിവിടെ പേസ്റ്റ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഗാലറിക്കകത്ത് ഇമേജസ് ആഡ് ചെയ്ത് വെക്കുക. ഇതെല്ലാം ഇമേജസ് ആഡ് ചെയ്ത് വെച്ചതാണ്. ഇതുപോലെ ഇമേജസ് ആഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓൾമോസ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം നമ്മൾ ടാബ് കണ്ടന്റ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് കൊടുത്തിരുന്നതാണ്. ഗെറ്റ് ഡീറ്റെയിൽസ്, കോൾ നൗ ഒക്കെ കൊടുത്തിരുന്നത് അങ്ങനെയാണ്. ഓക്കെ. എന്നിട്ട് നമ്മളിവിടെ ഫോൺ നമ്പർ കൊടുക്കുക, വാലിഡേറ്റ് കൊടുക്കുക. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു 5 ഫോൺ നമ്പർ ഇവിടെ കൊടുത്തു എന്ന് വിചാരിക്കുക. വാലിഡേറ്റ് കൊടുക്കുക. ഞാനിപ്പോൾ ഫോൺ നമ്പർ ഇടാത്തത് പബ്ലിക്കായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആ ഫോൺ നമ്പർ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് വാലിഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ വാലിഡേറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് എത്ര നമ്പർ വാലിഡേറ്റഡ് ആണ്, 100 നമ്പർ കൊടുത്തു, 90 നമ്പർ വാലിഡേറ്റഡ് കാണിച്ചാൽ 90 നമ്പറിലേക്കായിരിക്കും പോവുക. ആ 90 നമ്പറിലേക്ക് നമുക്ക് അയക്കാനായിട്ട് സാധിക്കും. ഇവിടുന്ന് വാലിഡേറ്റ് ചെയ്യുക. അത് കഴിയുമ്പോൾ ഇവിടെ തന്നെ ബ്രോഡ്കാസ്റ്റ് വരും. അപ്പോൾ ഇവിടുന്ന് വേണേൽ ഞാൻ ഒരെണ്ണം സെൻഡ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. എൻ്റെ നമ്പർ തന്നെ കൊടുക്കാം. കാരണം ഇത് അൺഹെൽത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊരു മെസ്സേജ് വരും, കംപ്ലൈൻറ്റ് വരും. അതായത് ഒരെണ്ണത്തിൽ തന്നെ നമ്മൾ ടെസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സമയത്ത് പോകില്ല. അപ്പോൾ ഇവിടെ നമ്മൾ വാലിഡേറ്റ് കൊടുത്താൽ ഇത് കണ്ട 1 വാലിഡ്, എന്നിട്ട് ഇവിടുന്ന് ബ്രോഡ്കാസ്റ്റ് കൊടുത്തു. കാരണം ബ്രോഡ്കാസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നേരെ ക്യാമ്പയിൻസിൽ വരിക. ക്യാമ്പയിൻസിൽ വരുമ്പോൾ ഇവിടെ ഷെഡ്യൂളാണ് കിടക്കുന്നുണ്ട്, ഷെഡ്യൂൾഡ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആക്ഷൻസ് എടുക്കുക, ഇവിടുന്ന് എക്സിക്യൂട്ടീവ് നൗ കൊടുക്കുക, എന്നിട്ട് എക്സിക്യൂട്ടീവ് കൊടുക്കുക. അത് കഴിഞ്ഞ് ഏതായാലും നമ്മൾ കുറച്ചിങ്ങനെ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് കംപ്ലീറ്റ് ഇടുന്ന കാണും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, വ്യൂ റിപ്പോർട്ട് എടുക്കുക. വ്യൂ റിപ്പോർട്ട് എടുത്ത് നമ്മൾ കൊടുത്തത് പോയിട്ടുണ്ടെന്ന് പറഞ്ഞത് ഫെയിൽഡ്. അതുകൊണ്ടാണ് ഈ എൻ്റെ അൺഹെൽത്തി എന്ന് പറഞ്ഞൊരു സംഭവം വരും. ഈ മെസ്സേജസ് എന്തുകൊണ്ട് പോയില്ല എന്ന് ഇവിടെ കാണിക്കും, ഫെയിൽഡ്. അത് അങ്ങനെ വരുമ്പോഴാണ് വരുന്നത് കണ്ട, മെസ്സേജ് അൺഡെലിവറബിൾ എന്തോ ഒരു കോഡ് പറയുന്നുണ്ട്. അത് ആ കോഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടുന്ന് അറിയാൻ പറ്റും. ഇതാണ് വരുന്നത്. നമ്മൾ കൂടുതൽ അയച്ചു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും.
ഇത്രയും കാര്യങ്ങളാണ് വളരെ സിമ്പിളായിട്ടുള്ളത്. ചാറ്റ് ബോട്ടൊക്കെ നമ്മൾ പ്രത്യേകം വീഡിയോ ആയിട്ട് വിടുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കില് ഒന്നുകൂടി വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. വളരെ സിമ്പിളാണ്. ചെയ്തും നോക്കണം. പിന്നെ ഇതിനകത്തെല്ലാം എല്ലാത്തിനും നമുക്ക് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇത് കാണാനും നോക്കാനും ഒക്കെ ഇതിനകത്ത് ഓപ്ഷൻസ് ഉള്ളതാണ്. ഓക്കെ. താങ്ക് യു.